So today we are going to discuss Markov inequality. അപ്പോൾ മാർക്കോവ് ഇനിക്വാലിറ്റി ഡിസ്കസ് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണ് എക്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, മാർക്കോവ് ഇനിക്വാലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസിലാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത് ഫോർ മാർക്കോവ് ഇനിക്വാലിറ്റി. എക്സ് ആക്സിസ് റാൻഡം വേരിയബിൾ എക്സും വൈ ആക്സിസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ മാർക്കോവ് ഇനിക്വാലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡെഫിനീഷനിലേക്ക് വരുന്നത് നമ്മൾ പ്രൂഫ് വഴിയാണ് അതിന്റെ ഡെഫിനീഷനിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഇക്വേഷൻ എഴുതാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ -∞ to ഇൻഫിനിറ്റി ആണ് യഥാർത്ഥത്തിൽ, പക്ഷെ ഇവിടെ 0 to എഴുതാൻ കാര്യം എന്താണ്? അപ് ടു 0, -∞ മുതൽ 0 വരെ ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. അതായത് നമ്മുടെ റാൻഡം വേരിയബിൾ നോൺ നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 0 to ഇൻഫിനിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇന്റഗ്രലിനെ 0 to a എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എ ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, ഈ രീതിയിൽ എഴുതാലോ. അതിൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതിക്കൂടെ? അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതി 0 to a എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പൊ അതിൽ ആ ഇന്റഗ്രൽ 0 to a എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പൊ അതെന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിനേക്കാൾ ചെറുതായിരിക്കും. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇനി അടുത്ത എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഇതിലെ ഈ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പൊ ഇതില് ഈ എക്സിന്റെ വാല്യൂ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏത് മുതലാണ്? എ മുതൽ ഇൻഫിനിറ്റി വരെ പോവുകയാണ്. സോ ഇതിനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റില്ലേ? അതായത് ഇവിടെ എക്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എ ആണ് അല്ലെ? കാരണം എ ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പൊ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നതാണ് ഏറ്റവും മിനിമം വാല്യൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി, അവിടെ എക്സിന്റെ സ്ഥലത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ഇനീക്വാലിറ്റിയിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് സത്യത്തിൽ മാർക്കോവ് ഇനിക്വാലിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. സോ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഇൻറ്റു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ഇനിക്വാലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കോവ് ഇനിക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് മാർക്കോവ് ഇനിക്വാലിറ്റി. ഇനി നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0.5 ഇ റേസ് ടു മൈനസ് 0.5 എക്സ് എന്നുള്ള ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സ് ഈക്വൽ ടു ഒരു പോയിന്റ് എ എന്ന് പറയുന്നത് ഇവിടെ 4 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്നുള്ളതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു
പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്തെഴുതാം? 2 എന്ന് എഴുതാം. ദെൻ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എ. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? മാർക്കോവ് ഇനിക്വാലിറ്റി പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 എന്ന് കിട്ടി. അപ്പോൾ മാർക്കോവ് ഇനിക്വാലിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4, ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ കൂടുതലുള്ള പ്രോബബിലിറ്റി എത്രയിൽ കുറവായിരിക്കും, അതിന്റെ ഒരു അപ്പർ ബൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് മാർക്കോവ് ഇനിക്വാലിറ്റി. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.